ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നടന്ന 7ാം ക്ലാസ്സിലെ മാത്സ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു ആക്ടിവിറ്റി 1. ആക്ടിവിറ്റി 1. In the figure, lines BC, DE are parallel. Angle BDE is equal to 110 degree. Angle CED is equal to 130 degree. Question A. Find the measurements of angle ABC and angle ACB. Angle ABC is equal to 180 degree minus angle BDE. BDE എത്രയാണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്, 110 ഡിഗ്രി. സോ ദി ആൻസർ ഈസ് 70 ഡിഗ്രി co-interior angles. Angle ACB is equal to 180 degree minus angle CED. Angle CED 130 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ആൻസർ ഈസ് 50 ഡിഗ്രി. Question B. Write the measurements of all angles in triangle ADE. ADE is equal to 70 degree. Angle AED is equal to 50 degree. Angle DAE is equal to 60 degree. ഓരോ ആൻസേഴ്സിനും 1 മാർക്ക് വീതം, അങ്ങനെ 5 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. ആക്ടിവിറ്റി 2. ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. പാഡി, ടപ്പിയോക്ക, പ്ലാന്റെയിൻ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഏരിയയുടെ മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ട്. എ റെക്റ്റാങ്കുലർ ഫീൽഡ് ഈസ് 40 meters long and 20 meter wide. Paddy, plantain and tapioca are cultivated in 3 parts as shown in the figure. Question A. What is the area of plantain cultivation? Question B. Find out the area where tapioca is cultivated. Question C. What is the area of the part where paddy is cultivated? ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. 24 × 20 480 cm² എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. അതിൻ്റെ പകുതി 240 cm² ആണ്. ഉത്തരം എഴുതിയാൽ 1 മാർക്ക്. ക്വസ്റ്റ്യൻ ബി. ലെങ്ത്ത് 20 മീറ്റർ ആണെന്ന് കണ്ടെത്തിയാൽ മാർക്ക് 1 ലഭിക്കും. ഏരിയ ഇസ് ഈക്വൽ ടു 280 cm² എന്ന് എഴുതിയാൽ 1 മാർക്ക് ലഭിക്കും. ക്വസ്റ്റ്യൻ സി ആൻസറായിട്ട് വരുന്നത് ഏരിയ ഓഫ് ദ സ്ക്വയർ ഇസ് ഈക്വൽ ടു 40 × 20 800 cm² എന്നതാണ്. പാഡി കൾട്ടിവേറ്റ് ചെയ്തതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ടപ്പിയോക്ക കൾട്ടിവേറ്റ് ചെയ്തതും പ്ലാന്റെയിൻ കൾട്ടിവേറ്റ് ചെയ്ത ഏരിയയും മൈനസ് ചെയ്താൽ മതി. ദി ആൻസർ ഈസ് 280 cm² എന്നതാണ്. അങ്ങനെ 5 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആക്ടിവിറ്റി 3. Question A. How many kilometers per minute will a train travel at a speed of 90 km/h? Question B. How many meters will this train travel in 1 second? Question C. How much time will a train of 175 meters long take to pass an electric post at a speed of 90 km/h? 90 divided by 60, അതായത് 1.5 കിലോമീറ്റർ എന്നതാണ് ചോദ്യം എ ഉത്തരമായി വരിക. ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ 1.5 കിലോമീറ്റർ എന്നത് 1500 മീറ്റർ ആണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. ഇനി 1500 മീറ്റർ 1 സെക്കൻഡിൽ എത്ര സഞ്ചരിക്കുമെന്ന് കണ്ടെത്താൻ 60 കൊണ്ട് ഹരിച്ചാൽ ഡിവൈഡ് ചെയ്താൽ 25 മീറ്റർ എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. ക്വസ്റ്റ്യൻ സി ആൻസർ വരുന്നത് 175 divided by 25 is equal to 7 seconds എന്ന ഉത്തരം നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത് 5 ആൻസേഴ്സും ശരിയായി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക്. 4 ചോദ്യങ്ങളാണ് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ 4 മാർക്ക്. 3 ചോദ്യങ്ങളുടെ ഉത്തരമാണ് ശരിയാക്കിയതെങ്കിൽ 3 മാർക്ക്, അതായത് സി ഗ്രേഡ്. അങ്ങനെ ഡി ഗ്രേഡ്, ഇ ഗ്രേഡ് ലഭിക്കുന്നതായിരിക്കും. ആക്ടിവിറ്റി 4. ഒരു സ്ക്വയർ നൽകിയിട്ടുണ്ട്. ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഗാർഡൻ ഈസ് 1024 square centimeters. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 1 സൈഡ്? അപ്പോൾ 1024ൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ലഭിക്കും. ക്വസ്റ്റ്യൻ ബി. ദർ ഇസ് എ 2 meter wide path around the garden. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ പാത്ത്? 1 സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ 1024ൻ്റെ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. ഉത്തരം 32 മീറ്റർ എന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ചോദ്യം ബി. ലെങ്ത്ത് ഇസ് ഈക്വൽ ടു 32 മീറ്റർ ആണെന്ന് നിങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ വൈഡ് പാത്ത് 2 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 32 + 2 + 2 അതായത് 36 മീറ്റർ ആണ് സ്ക്വയറിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. 36 × 36 അതായത് 1296 cm² എന്ന് ലഭിക്കും. അപ്പോൾ അതിൽ നിന്ന് സ്ക്വയറിൻ്റെ
ഏരിയ മൈനസ് ചെയ്താൽ പാത്തിൻ്റെ ഏരിയ ലഭിക്കും. അതായത് 272 സെൻറ്റിമീറ്റർ സ്ക്വയർ. ആക്ടിവിറ്റി 5 കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് എഴുതാനാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ബി റിട്ടേൺ ആസ് എ പവർ ഓഫ് ഹാഫ്? 1/2. 1/6 എന്നതാണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ ബി, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ? 4000 എന്നതാണ്. ക്വസ്റ്റ്യൻ സി, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 256? 8^3 എന്നതാണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ ഡി, വിച്ച് ഈസ് ഈക്വൽ ടു 2^10? ശരിയായ ഉത്തരം 2^5 × 2^5 എന്നതാണ്. ക്വസ്റ്റ്യൻ ഇ, ഫൈൻഡ് 25^2 × 4^2. ആൻസർ 10,000. Activity 6. The distance from Aluva to Thiruvananthapuram is 240 kilometers. Ammu travelled from Aluva to Thiruvananthapuram at an average speed of 40 km/h by train. Question A, find the time taken for the journey. Question B, Ammu went back by a superfast train. She reached Aluva in 4 hours. What is the average speed of the train? Question C, what is the average speed of the train of entire journey? Question A, answer 240 divided by 40, 6 hours എന്ന ഉത്തരം നമുക്ക് ലഭിക്കും. Question B, 240 divided by 4, 60 km/h എന്ന ഉത്തരം നമുക്ക് ലഭിക്കും. Question C, ആവറേജ് സ്പീഡ് കണ്ടെത്താൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നതാണ് ഇക്വേഷൻ. അത് എഴുതിയാൽ 1 മാർക്ക്. ഡിസ്റ്റൻസ് = 480 km, ടൈം = 10 hours എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അരമാർക്ക് വീതം 1 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ആവറേജ് സ്പീഡ് = 480 divided by 10 = 48 km/h എന്നെഴുതിയാൽ 5 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആക്ടിവിറ്റി 7 വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ എ, ഇൻ ട്രയാങ്കിൾ LMN, LM = 6 cm, MN = 7 cm, ആംഗിൾ M = 70 degree, ഡ്രോ ദ ട്രയാങ്കിൾ. അപ്പോൾ 6 സെൻറ്റിമീറ്ററിലുള്ള LM ലൈൻ വരച്ചാൽ 1 മാർക്ക്. ശേഷം M പോയിന്റിൽ നിന്ന് 70 ഡിഗ്രി വരുന്ന ഒരു ലൈൻ വരച്ചാൽ 1 മാർക്ക്. ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്ത് അതിൽ N എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. അങ്ങനെ 4 മാർക്ക് ട്രയാങ്കിൾ വരയ്ക്കുന്നതിനാണ്. ക്വസ്റ്റ്യൻ ബി, വിച്ച് ഓഫ് ദ ലെങ്ത്സ് കനോട്ട് ബി ദ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസറായി വരുന്നത് ആൻസർ ഡി, 1 cm, 2 cm, 3 cm എന്നതാണ്. Activity 8, question A. A large bucket is filled when 7 cups of water is poured into it. The same cup is used and poured 5 times to fill a small bucket. What is the ratio of the volumes of the large and small buckets? വളരെ എളുപ്പമാണ്. 7:5 എന്നതാണ് ഉത്തരമായി നമുക്ക് ലഭിക്കുക. Question B. 1/4 glasses of water is needed to fill a cup. 2.5 glasses of water is needed to fill a bottle. What is the ratio of the volumes of the cup and the bottle? So അതിൻ്റെ റേഷ്യോ ഫ്രാക്ഷൻ ഫോമിൽ എഴുതുക. അതിനുശേഷം 1:2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. Question C. The volume of a bottle is 500 milliliters. The water in the bottle is poured into 2 small bottles in the ratio 3:7. How much water will be there in each small bottle? So first ബോട്ടിലിലെ ആൻസർ നമ്മൾ കണ്ടെത്തണമെങ്കിൽ റേഷ്യോകൾ തമ്മിൽ കൂട്ടണം. അതായത് 7 + 3 10 എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ 500 divided by 10 ചെയ്താൽ നമുക്ക് റേഷ്യോയിലെ ഒരു ഭാഗം കണ്ടെത്താൻ പറ്റും. × 3 ചെയ്താൽ നമുക്ക് 150 ml എന്ന ആൻസർ നമുക്ക് ലഭിക്കും. അതേപോലെ സെക്കൻഡ് ബോട്ടിൽ അതായത് 50 × 7 ചെയ്താൽ നമുക്ക് 350 എന്ന ആൻസർ ലഭിക്കും. അപ്പോൾ ബോട്ടിലുകളിലുള്ള വാട്ടറിൻ്റെ എമൗണ്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ആൻസർ നിങ്ങൾ ഏത് മെത്തേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആൻസർ എഴുതാം. ഈ ആൻസേഴ്സ് നിങ്ങൾ എഴുതിയ പരീക്ഷയിൽ വരണമെന്നേ ഉള്ളൂ. അങ്ങനെ 5 മാർക്സ്. സോ ടോട്ടൽ ആക്ടിവിറ്റി 8 ഉണ്ട്. അതിൽ 6 ആക്ടിവിറ്റികൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 30 മാർക്കിലാണ് പരീക്ഷ. അപ്പോൾ ഏതെങ്കിലും റൈറ്റ് എനി 6 എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 30-ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്നത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണേ. എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയണ്ടേ?